സകല നാമവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ഏറ്റുപറയും. യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ എല്ലാവരും അവന്റെ മുമ്പിൽ മുഴങ്കാല് മടക്കണം. നീ ദൈവമല്ലെന്ന് പറഞ്ഞവരും സുവിശേഷത്തെ തള്ളിക്കളഞ്ഞവരും എല്ലാ ഉന്നതന്മാരും അവന്റെ മുമ്പിൽ മുഴങ്കാല് മടക്കുമ്പോൾ നിന്റെ കാര്യം ബലപ്പെട്ടിരിക്കേണ്ടതിന് ദൈവം നിന്നോട് കൽപ്പിക്കുന്ന ഒരു കൽപ്പന ഇതാണ്, മാനസാന്തരപ്പെടണം. അതേ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു മടങ്ങി വരുവാനുള്ള സമയമായിരിക്കാലും അവന്റെ മടങ്ങി വരെ താമസിക്കുന്നത് നമ്മൾ മാനസാന്തരപ്പെടാത്തത് കൊണ്ടാണ്. നമ്മൾ മാനസാന്തരപ്പെടാത്തപ്പോഴാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നെങ്കിൽ നമുക്ക് പിന്നെ നിന്റെ നരകവിധിയുള്ളൂ. ആകിയാൽ ദൈവം നിന്നെ സ്നേഹിച്ചത് കൊണ്ട് നിനക്ക് മാനസാന്തരത്തിനായിട്ട് ഒരു ദീർഘക്ഷമ തന്നിരിക്കുകയാണ്. ആകിയാൽ എന്താണ് മാനസാന്തരം എന്നറിയാമോ? കള്ളുകൂടി നിർത്തുന്നതല്ല മാനസാന്തരം പ്രിയപ്പെട്ടവരെ. പിന്നെയോ, ഇന്നേ വരെ പാപമോചനം നൽകി തരാൻ കഴിയാത്ത നൂറ്റാണ്ടുകളായിട്ട് നിങ്ങളുടെ മതവിശ്വാസത്തെ അനുവർത്തിച്ചിട്ടും പാപികളും ദോഷികളും എന്നുള്ള പദവിട്ട് രക്ഷ കിട്ടാത്ത നൂറ്റാണ്ടുകളായിട്ട് നിങ്ങൾ അനുവർത്തിച്ചിരിക്കുന്ന ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾ ചെയ്തിട്ടും ഇന്നും രാഹുകാലത്തിന്റെ പോലും രക്ഷ പ്രാപിപ്പാൻ കഴിയാത്ത നിങ്ങളുടെ മതപാരമ്പര്യങ്ങളും നിങ്ങളുടെ പൗരത്വങ്ങളും തള്ളിക്കളഞ്ഞ് കുലമഹിമകളും കുടുംബമാഹിമകളും തള്ളിക്കളഞ്ഞ് നിനക്ക് വേണ്ടി സ്വർഗം വിട്ട് ഒരു മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും നിന്റെ പാപത്തിന്റെ പരിഹാര ബലിയായിട്ട് ക്രൂശിൽ കഷ്ടമേറ്റ് മരിച്ചടക്കപ്പെട്ടുവെങ്കിലും മരണത്തെ ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുന്ന ഈ യേശുക്രിസ്തുവിനെ ഏകരക്ഷകനും ഏക കർത്താവും ഏക ദൈവമായിട്ട് അംഗീകരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവുന്നുള്ള ദൈവപ്രമാണത്തിലേക്ക് വരുന്നതാണ് മാനസാന്തരം.